മലയാളി സിനിമ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു മാസമായിരുന്നു മെയ് മാസം. എന്നാൽ ഒരുപാട് വലിയ ചിത്രങ്ങൾ റിലീസിനെത്തിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ചിത്രങ്ങൾക്ക് ആയില്ല. ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നോക്കാം. പലതും OTT ആയിട്ടൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്. ആദ്യ റിലീസ് മലയാളികൾ ഏറെ കാത്തിരുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റ് ആയിരുന്നു. എന്നാൽ ചിത്രത്തിന് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. സിനിമ ഒരു പരാജയമായിരുന്നു. സുരഭി നായികയായ അവൾ എന്നൊരു OTT ചിത്രം, ഷൈൻ നിഗം നായകനായി വന്ന ദൃഢം എന്ന ചിത്രം ആദ്യ ദിനം പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് ആ കളക്ഷൻ നിലനിർത്താൻ ചിത്രത്തിനായില്ല. വ്യത്യസ്തമായ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് താരം ഇതിലെത്തിയത്. വിഷ്ണു നിക്സൺ നായകനെത്തിയ റിവോൾവർ റിംഗോ സിനിമ ഒരു പരാജയമായിരുന്നു. ക്രൗഡ് പുള്ളർ ചിത്രമെത്തിയ അതിരടി വേൾഡ് വൈഡായി 83 കോടിയിലധികം രൂപ സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസും സ്വന്തമാക്കി. ഈ ഒരു സിനിമ ഇറങ്ങിയെന്ന് വിക്കിപീഡിയയിൽ പറയുന്നുണ്ട്. ഗോൾഡ്, സുധി പുരാണം, ഡോക്ടർ ബെന്നറ്റ്, അതുപോലെ തന്നെ തിരക്കിനിടയിൽ അല്പനേരം. ദൃശ്യം 3 250 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു. കാട്ടാളനും അതുപോലെ തന്നെ കറക്കത്തിനും ആ സിനിമയുടെ ഒരു ഹൈപ്പ് നിലനിർത്താൻ സാധിച്ചില്ല. രണ്ട് ചിത്രങ്ങളും പരാജയമായി മാറുകയായിരുന്നു. ലാസ്റ്റായി കിരാത എന്നൊരു പടം വന്നിരുന്നു. കൂടാതെ 2 തമിഴ് ചിത്രങ്ങളും ലിസ്റ്റിലുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. സൂര്യനായകനെത്തിയ കറുപ്പ് ചിത്രം ഒരു പരാജയമായി മാറിയപ്പോൾ അർജുൻ നായകനെത്തിയ ബ്ലാസ്റ്റ് അപ്രതീക്ഷിത വിജയമായി മാറി. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക.